प्यारे बच्चों, आदाब। 10वीं जमात के ऑनलाइन क्लास के लिए तमाम बच्चों को खैर मकदम। प्यारे बच्चों, हमारे दरसी किताब के पहला यूनिट ख़त्म हो चुका है। आज से हमको दूसरा यूनिट शुरू करें। दूसरा यूनिट का नाम है फितरत का साथ दे। क्या है फितरत, बताइए? हाँ, പ്രകൃതി സാത്ത് ദേ, കൂടെ നിൽക്കാം. ഫിത്രത്ത് കാ സാത്ത് ദേ, പ്രകൃതിയോടൊപ്പം നിൽക്കാം. ഇതാണ് നമ്മുടെ ഈ യൂണിറ്റിൻ്റെ തലക്കെട്ട്. बच्चों, 0 पेज देखिए. यहाँ में एक तस्वीर है. बताइए, तस्वीर में आप क्या क्या देख सकते हैं? हाँ, तस्वीर में एक हाथ का निशान है. ठीक है, एक हाथ का निशान, ഒരു കൈപ്പത്തിയുടെ ചിഹ്നമുണ്ട്. ഹാത്ത് മേ ക്യാ ഹേ? ആ കൈപ്പത്തിയിൽ എന്താണ് കാണുന്നത്? ഹാ, हाथ में एक फल और फूलदार पेड़ है. ഒരു പുഷ്പിക്കുന്ന കായ്ക്കുന്ന ഒരു മരമുണ്ട്. ठीक है. पेड़ पर और क्या देख सकते हैं? बताइए. ഈ മരത്തിൽ വേറെന്തൊക്കെ കാണാൻ കഴിയുന്നു? ഹാ, एक इंसान का निशान भी छिपा गया है. ഒരു മനുഷ്യൻ്റെ കൈ മാത്രമല്ല, മനുഷ്യൻ്റെ കൈപ്പത്തി മാത്രമല്ല, ആ ഒരു മനുഷ്യരൂപം തന്നെ ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. बच्चों, इस तस्वीर से आपको क्या पयाम मिलते हैं? ഈ ചിത്രത്തിലൂടെ നിങ്ങൾക്ക് എന്ത് സന്ദേശമാണ് ലഭിക്കുന്നത്? बताइए. हाँ, फितरत को संभलने वाला हम इंसान है. ഫിത്രത്ത് കോ സംഭലനെ വാല, ഈ പ്രകൃതിയെ നിയന്ത്രിക്കുന്നവൻ ഹം ഇൻസാൻ ഹേ, നമ്മെ പോലെയുള്ള മനുഷ്യരാണ്. ഇസ് ദുനിയാ കി ഹരിയാലി ഖായം രഖ്നെ വാല ഇൻസാൻ ഹേ. ഈ പ്രകൃതിയുടെ മനോഹരമായ പച്ചപ്പ് നിലനിർത്തുന്നവൻ അതും മനുഷ്യനാണ്. യഹി ഇൻസാൻ കി ബുരി ആമാൽ സെ ഫിത്രത്ത് ബിഗഡ് ജാത്തി ഹേ. ഇതേ മനുഷ്യൻ്റെ തെറ്റായ പ്രവർത്തനങ്ങൾ കാരണം ഫിത്രത്ത് ബിഗഡ് ജാത്തി ഹേ, പ്രകൃതി നശിച്ചു പോകുന്നു. ഹം സബ് ഫിത്രത്ത് കോ ബച്ചാനെ കെ ലിയെ ആകെ ആനാ ചാഹിയേ. നമ്മളെല്ലാവരും പ്രകൃതിയെ സംരക്ഷിക്കാൻ മുന്നോട്ട് വരണം, അല്ലേ? ठीक है बच्चों, यहाँ हम चंद सवालात भी दी है, पढ़िए. पहला सवाल क्या है? अगर यहाँ पेड़ नहीं होते तो क्या होता? अगर यहाँ पेड़ नहीं होते तो, ഇവിടെ ഈ ഭൂമിയിൽ പേട് നഹി ഹോത്തെ തോ, മരങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ക്യാ ഹോത്ത, എന്ത് സംഭവിക്കും? आप बता सकते हैं? हाँ, बताइए. पेड़ नहीं तो ഫിത്രത്ത് നഹി ഹേ. മരമില്ലെങ്കിൽ, മരങ്ങളില്ലെങ്കിൽ ഫിത്രത്ത് നഹി ഹേ, പ്രകൃതിയില്ല. സായ ഭി നഹി ഹേ. സായ തണൽ, തണലും ലഭിക്കില്ല. और
हाँ, सांस लेने के लिए ശ്വാസമെടുക്കാൻ ശ്വസിക്കാൻ സാഫ് ഹവാ ബി നഹി മിൽത്ത, ശുദ്ധവായു പോലും ലഭിക്കില്ല. പിന്നെയോ ഹാ ബാരിഷ് ബി നഹി മിൽത്ത, മഴയും ലഭിക്കില്ല. और पानी की किल्लत और कहत पैदा हो जाता है. पानी की किल्लत, വെള്ളത്തിൻ്റെ ആ ക്ഷാമവും അതോടൊപ്പം കഹത്ത് पैदा हो जाता है, വരൾച്ചയും ഉടലെടുക്കും. और इंसान की तरह दूसरे जानदारों को पीने के लिए पानी नहीं मिलता. മനുഷ്യനെ പോലെ ദൂസരെ ജാൻദാറോക്കോ, മറ്റു ജീവജാലകൾക്കും പീനെ കേലിയെ പാനി നഹി മിൽത്ത, കുടിക്കാൻ ആ ശുദ്ധജലം ലഭിക്കില്ല. തമാം ജാൻദാറോക്കോ ജീന ദുഷ്വാർ ബൻ ജാത്തെ ഹെ, മനുഷ്യനെ പോലെ മറ്റു ജീവജാലകങ്ങൾക്കും ജീവിക്കാൻ വളരെ പ്രയാസകരമായി തീരും. यहाँ और एक सवाल भी है, पढ़िए. फितरत को हम कैसे बचा सकते हैं? फितरत को, പ്രകൃതിയെ ഹം കൈസെ ബച്ചാ സക്തേ ഹെ, നമുക്ക് എങ്ങനെ രക്ഷിക്കാം? പ്രകൃതിയെ നമുക്ക് എങ്ങനെ രക്ഷിക്കാം, സംരക്ഷിക്കാം? आप बता सकते हैं? हाँ बताइए. फितरत को बचाने के लिए ഹം ക്യാ കർ സക്തേ ഹെ, നമുക്ക് എന്തൊക്കെ ചെയ്യാനാവും? പ്രകൃതിയെ സംരക്ഷിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാനാകും? ബതായിയേ. ഹാ ജ്യാദാ സെ ജ്യാദാ പേഡ് ലഗാനാ ചാഹിയേ, കൂടുതൽ മരങ്ങൾ നട്ടു വളർത്താം. और हाँ पेड़ की कटाई छोड़ना चाहिए, നമുക്ക് മരങ്ങളെ വെട്ടി നശിപ്പിക്കുന്ന ആ പ്രവണത ഒഴിവാക്കാം. और फितरत को ആലൂദഗി സെ ബച്ചായേ, പ്രകൃതിയെ മലിനീകരണത്തിൽ നിന്നും രക്ഷപ്പെടുത്താം. आज हम क्या क्या आलूदगी दिखाई दे रहा है, बताइए. हाँ हवाई आलूदगी, വായു മലിനീകരണം. മിട്ടി ആലൂദगी, മണ്ണിൻ്റെ മലിനീകരണം. പാനിക്ക് ആലൂദगी, വെള്ളത്തിൻ്റെ ജലമലിനീകരണം. ठीक है. फितरत को बचाने के लिए हम और क्या कर सकते हैं, बताइए. फितरत की आलूदगी से पैदा होने वाले मसाइल, പ്രകൃതി മലിനീകരണം കൊണ്ട് ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ലോകോങ്കോ ആഗാഹ് ദേ, പൊതുജനങ്ങളെ ബോധവാന്മാരാക്കാം. ठीक है. इसी तरह हमें एक हद तक फितरत को बचा सकते हैं. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ നമ്മുടെ പ്രകൃതിയെ രക്ഷിക്കാം. प्यारे बच्चों, दूसरा यूनिट का पहला सबक है कागज़ की कश्ती. क्या है कागज़? कड़लास, कश्ती तोड़ी. कागज़ की कश्ती, कड़लास तोड़ी. देखिए, सुबह का वक्त था, പ്രഭാത സമയമായിരുന്നു. ठंडी ठंडी हवाएं, നല്ല തണുത്ത കാറ്റ് ചൽ രഹി തി, വീശിയിരുന്നു. ജഫർ അലി സുബാ സവേരെ ജാഗുട. ജഫർ അലി എന്ന് പറയുന്ന ഈ പാഠഭാഗത്തിലെ ക്യാരക്ടർ സുബാ സവേരെ ജാഗ് ഉഠ, അതിരാവിലെ എഴുന്നേറ്റു. आज 20 साल के बाद वो अपने बेटे इरफान के साथ अपना पुराना गांव देखने जा रहा था.
आज ഇന്ന് 20 साल के बाद 20 വർഷത്തിന് ശേഷം वो अपने बेटे इरफान के साथ അദ്ദേഹം अपने बेटे തൻ്റെ മോൻ ഇർഫാൻ के साथ ഇർഫാൻ്റെ കൂടെ अपना पुराना गाँव തൻ്റെ താൻ ജീവിച്ച താൻ വളർന്ന തൻ്റെ ആ പുരാതന ഗ്രാമപ്രദേശം ദേഖ്നെ ജാ രഹാ താ കാണാൻ പോവുകയായിരുന്നു. താൻ ജീവിച്ച താൻ ചെറുപ്പം തൊട്ടേ വളർന്ന ആ പഴയ ഗ്രാമപ്രദേശം കാണാൻ തൻ്റെ മോൻ ഇർഫാൻ്റെ കൂടെ ജഫർ അലി പുറപ്പെടുകയാണ്. ഇർഫാൻ കോ ബി അബ്ബാജാൻ കാ പുരാന ഗാവ് ദേഖ്നെ കാ ബഡാ ഷൗക്ക് था. ഇർഫാൻ കോ ഭി ഇർഫാനും അബ്ബാജാൻ കാ പുരാന ഗാവ് തൻ്റെ ഉപ്പ വളർന്ന ആ പുരാന ഗാവ് ആ പഴയ ഗ്രാമപ്രദേശം ദേഖ്നെ കാ ബഡാ ഷൗക്ക് था കാണാൻ വളരെയധികം ഷൗക്ക് था താല്പര്യമുണ്ടായിരുന്നു, ആഗ്രഹമുണ്ടായിരുന്നു. ബീഗം സെ അൽവിദാ कहकर ബീഗം ജഫർ അലി अपनी ബീഗം സെ अपने ബീവി സെ തൻ്റെ ഭാര്യയോട് അൽവിദാ कहकर വിട ചോദിച്ച് ദോനോം റവാന ഹുയെ രണ്ടുപേരും ഉപ്പയും മോനും റവാന ഹുയെ अपने പുരാനെ ഗാവ് കി തരഫ് നിക്കലെ തൻ്റെ പഴയ ഗ്രാമപ്രദേശം കാണാൻ വേണ്ടി നിക്കലെ പുറപ്പെട്ടു. ഷഹർ സെ നിക്കൽക്കർ പട്ടണത്തിൽ നിന്നും പുറപ്പെട്ട് ഗാഡി വാഹനം ഗാവ് കി തരഫ് ചൽ രഹി തി ഗ്രാമപ്രദേശത്തിലേക്ക് ചൽ രഹി തി പോവുകയായിരുന്നു. സടക്ക് കി ദോനോം തരഫ് റോഡിൻ്റെ ഇരുവശത്തും ബഡേ ബഡേ പേട് ദിഖായി ദേ രഹേ തെ വലിയ വലിയ മരങ്ങൾ ദിഖായി ദേ രഹേ തെ കാണപ്പെട്ടിരുന്നു. ദൂർ ദൂർ തക്ക് അങ്ങ് ദൂരേക്ക് ഫൈലേ ഹുയെ ഖേത്ത് കണ്ടെത്താത്ത ദൂരം വരെ വ്യാപിച്ചു കിടക്കുന്ന ഫൈലേ ഹുയെ വ്യാപിച്ചു കിടക്കുന്ന ഖേത്ത് വയല്. ഖേത്ത് മേ ഹരേ ഭരേ ദാൻ കെ പൗതേ ഖേത്ത് മേ വയലിൽ ഹരേ ഭരേ പച്ചപ്പ് നിറഞ്ഞ ധാൻ കെ പൗതേ ധാന്യമണികൾ നിറഞ്ഞ ചെടികൾ. പാനി സെ ഭരേ നദി നാലെ നിറഞ്ഞൊഴുകുന്ന വെള്ളം കൊണ്ട് നിറഞ്ഞ നദി നാലെ തോടുകളും പുഴകളും. നദി നാലോമേ ആ തോടുകളിലും പുഴകളിലും മछली പക്കടനെ और खेलकूदने वाले बच्चे മछली പക്കടനെ മത്സ്യം പിടിക്കുന്ന और खेलने कूदने वाले बच्चे കളിക്കുന്ന കുട്ടികൾ. യഹ് ദേഖ് കർ ഇതെല്ലാം കണ്ടിട്ട് ജഫർ അലിക്ക് അപ്പനെ ബച്ചപ്പൻ കാ സമാന യാദ് ആയ തൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മ വന്നു, തൻ്റെ ആ കുട്ടിക്കാലം ഓർമ്മ വന്നു. വാ വാ ക്യാ ഖൂബ് സമാന ഥാ അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. വാ വാ ക്യാ ഖൂബ് സമാന ഥാ എന്തൊരു നല്ല കാലഘട്ടമായിരുന്നു. വോ ബാരിഷ് കാ പാനി ആ മഴവെള്ളം, വോ കാഗസ് കി കസ്തി ആ കടലാസ് തോണി, നിറഞ്ഞൊഴുകുന്ന തോടുകളും പുഴകളും അതുപോലെ റോഡിൻ്റെ ഇരുവശത്തും നീണ്ടുകിടക്കുന്ന പച്ചപ്പ് നിറഞ്ഞ വയലുകളും അതുപോലെ തോടുകളിലും പുഴകളിലും മത്സ്യം പിടിക്കുന്ന കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെയൊക്കെ കണ്ടപ്പോൾ സഫർ അലിക്ക് തൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു. അയാൾ ചിന്തിക്കാൻ തുടങ്ങി. ബച്ചപ്പൻ കാ സമാന ക്യാ ഖൂബ് സമാന ഥാ ഞങ്ങളുടെ കുട്ടിക്കാലം എത്ര മനോഹരമായിരുന്നു. വോ ബാരിഷ് കാ പാനി ആ മഴക്കാലവും ആ മഴവെള്ളവും ആ മഴവെള്ളത്തിൽ കളിച്ചിരുന്നതും, വോ കാഗസ് കി കസ്തി ആ മഴവെള്ളത്തിൽ കടലാസ് തോണി ഒഴുക്കിവിട്ടതും എത്ര മനോഹരമായിരുന്നു. ജഫർ അലി
തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ബച്ചോ देखिए यहाँ में एक वीडियो है, ये वीडियो अच्छी तरह देखिए. മനസ്സിനുള്ളിൽ തളിർത്തു നിൽക്കും മനം മയക്കണ കാലം, കുറുമ്പ് കാട്ടി തൊടിക്കു ചുറ്റും കളിച്ചിരുന്നൊരു കാലം, അതിരുകളില്ല കനവുകളേകും മധുരിതമായൊരു കാലം, അതിരുകളില്ല കനവുകളേകും മധുരിതമായൊരു കാലം, കുട്ടിക്കാലം നമ്മുടെ കുട്ടിക്കാലം, കുട്ടിക്കാലം നമ്മുടെ കുട്ടിക്കാലം. മനസ്സിനുള്ളിൽ തളിർത്തു നിൽക്കും മനം മയക്കണ കാലം, കുറുമ്പ് കാട്ടി തൊടിക്കു ചുറ്റും കളിച്ചിരുന്നൊരു കാലം, അതിരുകളില്ല കനവുകളേകും മധുരിതമായൊരു കാലം, അതിരുകളില്ല കനവുകളേകും മധുരിതമായൊരു കാലം. बच्चों, आप वीडियो देखा? वीडियो में आपने क्या क्या देखा बताइए. हाँ, वीडियो में हमें बचपन के बारे में याद दिलाती है. ഈ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണും. വീഡിയോയിലെ ഓരോ ദൃശ്യങ്ങളും നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മപ്പെടുത്തുന്നു. ബച്ചപ്പൻ കാ ഓ സാഥി, കുട്ടിക്കാലത്തെ ആ കൂട്ടുകാര്, സാഥിയോं के साथ കൂട്ടുകാരോടൊപ്പം മിൽജുൽക്കർ ഖേൽന, ഒന്നിച്ചുള്ള ആ കളി, സബ് കുച്ച് എല്ലാമെല്ലാം ഹമേ യാദ് ദിലാത്തി ഹേ, നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ബച്ചോ, ബച്പൻ കാ ജമാന ബഹുത് ഖൂബസൂരത്ത് ഔർ അച്ഛാ ജമാന ഹേ. കുട്ടിക്കാലം വളരെ മനോഹരമായ വളരെ നല്ല കാലഘട്ടമാണ്. ഉർദു കെ മഷ്ഹൂർ ഷായർ സുദർശൻ ഫാഖീർ ने एक दिलकश गीत लिखी है. പ്രശസ്ത ഉർദു സാഹിത്യകാരനായ സുദർശൻ ഫാഖീർ ഒരു മനോഹരമായ ഗീതം എഴുതിയിട്ടുണ്ട്. യഹ് ജഗ്ജിത് സിംഗ് ജൈസെ കൈ ഗിലോഗാർ ഗായേ ഹെ. ഈ ഗീതം ജഗ്ജിത് സിംഗിനെ പോലെയുള്ള
ധാരാളം ഗായകന്മാരും പാടിയിട്ടുണ്ട്. ये गीत हमें अगले क्लास में चर्चा करें. ഈ ഗീതം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. बच्चों, आज का क्लास यहाँ ख़त्म करता हूँ. शुक्रिया. खुदा हाफिज़.